ഒരു സിംഗിൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. കപ്പാസിറ്റൻസ് C is equal to Q by V. ഇനി കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യണം. രണ്ട് തരം കോമ്പിനേഷൻസ് ആണുള്ളത്, സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു കപ്പാസിറ്റർ C1 ആൻഡ് അനദർ കപ്പാസിറ്റർ C2. ഈ രണ്ട് കപ്പാസിറ്റേഴ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് ആണ്. ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് സീരീസ് കണക്ഷനിൽ നമ്മൾ എത്ര ഡിവൈസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും എല്ലാ ഡിവൈസുകളിലൂടെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിലൂടെയും ഒരേ കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഒരേ ചാർജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ C1ഉം C2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് C1ലെയും C2ലെയും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ ഇത് പോസിറ്റീവ് ടെർമിനൽ ആണ്. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് C1ന്റെ ഈ ഒരു ഫസ്റ്റ് പ്ലേറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും, ദാറ്റ് ഈസ് പ്ലസ് Q. അപ്പോൾ C1ന്റെ രണ്ടാമത്തെ പ്ലേറ്റ് ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് C1ന്റെ രണ്ടാമത്തെ പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് മൈനസ് Q. ഇനി C1ന്റെ സെക്കൻഡ് പ്ലേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് C2ന്റെ ഫസ്റ്റ് പ്ലേറ്റിലാണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് പ്ലസ് Q. ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അപ്പൊ അതിന് നിയർ ബൈ ആയിട്ടുള്ള ഈ പ്ലേറ്റ് വരുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. C2ന്റെ സെക്കൻഡ് പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് മൈനസ് Q. അപ്പൊ ഇവിടെ ഈ രണ്ട് കപ്പാസിറ്ററുകളിലെയും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് Qന്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ അതാണ് സീരീസ് കണക്ഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ഡിവൈസിലും ഒരേ കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരേ ചാർജ് ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ നോക്കാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ V ആണ്. ഈ പൊട്ടൻഷ്യലിലെ ഒരു ഭാഗം C1 എന്നുള്ള കപ്പാസിറ്ററിനകത്ത് ഡ്രോപ്പ് ചെയ്യുന്നു, ബാക്കിയുള്ളത് C2 എന്നുള്ള കപ്പാസിറ്ററിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് രണ്ടും സെയിം വാല്യൂ ആവണമെന്നില്ല. C1ന്റെയും C2ന്റെയും വാല്യൂസ് ഡിഫറെന്റ് ആണെങ്കിൽ ഇതിൽ രണ്ടിലും ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂവും ഡിഫറെന്റ് ആയിരിക്കും. C1ൽ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1 ആൻഡ് C2വിൽ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V2 ആണെങ്കിൽ ഈ V1ന്റെയും V2വിന്റെയും ടോട്ടൽ ആയിരിക്കും, സം ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ V. സോ വി ക്യാൻ റൈറ്റ് V is equal to V1 plus V2. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ Vയുടെ ഒരു ഭാഗം C1ൽ ഡ്രോപ്പ് ചെയ്തു, ദാറ്റ് ഈസ് V1. മറ്റൊരു ഭാഗം C2വിൽ ഡ്രോപ്പ് ചെയ്തു, ദാറ്റ് ഈസ് V2. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ രണ്ട് കപ്പാസിറ്ററുകളിലും ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യലുകളുടെ സം ആണ്, ദാറ്റ് ഈസ് V is equal to V1 plus V2. ഇനി നമുക്ക് V1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ കപ്പാസിറ്റർ C1 എന്നുള്ള കപ്പാസിറ്ററിൽ ഡ്രോപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ആണ് V1, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ C2വിൽ ഡ്രോപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ആണ് V2, ആ V2ന്റെയും വാല്യൂ കാണണം. അതിന് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, C is equal to Q by V ആണ്. അതിൽ നിന്നും Vയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം, V is equal to Q by C എന്ന് വരും. അപ്പോൾ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ is equal to ചാർജ് ബൈ കപ്പാസിറ്റൻസ്. അപ്പോൾ ആദ്യത്തെ കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ V1 നമുക്ക് കാണണം. V1 കാണാനായിട്ട് ഇവിടുത്തെ ചാർജ് Q ആണ്, ഡിവൈഡഡ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ് C1 ആണ്, അതായത് Q by C1. സോ വി ക്യാൻ റൈറ്റ് V1 is equal to Q by C1. അപ്പൊ ഇതാണ് ഈ കപ്പാസിറ്റർ C1ൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ആണ് V1 is equal to Q by C1. ഇനി V2, അതായത് രണ്ടാമത്തെ കപ്പാസിറ്റർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ V2 എന്ന് പറയുമ്പോൾ ഇവിടത്തെയും ചാർജ് Q തന്നെയാണ്, ഇവിടുത്തെ കപ്പാസിറ്റൻസ് C2 ആണ്. ദെൻ വി ക്യാൻ റൈറ്റ് V2 is equal to Q by C2. അപ്പൊ ഇതാണ് ഈ രണ്ട് കപ്പാസിറ്ററുകളിലും ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ. ഈ വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then V is equal to Q by C1 plus Q by C2. This is equation number 1. നെക്സ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് കപ്പാസിറ്റേഴ്സും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലഭിച്ചു. ആ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ അതേ വാല്യൂ വരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുകയാണ്. അതായത് ഈ രണ്ട് കപ്പാസിറ്ററിന് പകരം ഒരൊറ്റ കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിന്റെ കപ്പാസിറ്റൻസ് ഇത് രണ്ടും കൂടി ചേർന്നാൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എത്രയാണോ കപ്പാസിറ്റൻസ് ലഭിക്കുക
അതേ സെയിം വാല്യൂ വരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സി എന്നുള്ള ഒരു വാല്യൂ ഉള്ള ഒരു കപ്പാസിറ്റർ. അപ്പോൾ C1ന്റെയും C2വിന്റെയും ഇഫക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് സി. അതേ വാല്യൂ വരുന്ന ഒരൊറ്റ കപ്പാസിറ്റർ ആയിട്ട് ഈ രണ്ടെണ്ണത്തിനെ റീപ്ലേസ് ചെയ്തു. അതിന് അക്രോസും നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്ത അതേ പൊട്ടൻഷ്യൽ, ഇവിടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ എത്രയാണോ അതേ സെയിം പൊട്ടൻഷ്യൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് നമ്മൾ കണക്ട് ചെയ്താൽ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സെയിം ചാർജ് Q തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ചെയ്തത്. ഈ രണ്ട് കപ്പാസിറ്ററിന് പകരം അതിന്റെ ഈക്വലന്റ് വാല്യൂ വരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ അതിന് പകരമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എഴുതാം. V is equal to Q by C. ഇവിടെ പൊട്ടൻഷ്യൽ V ആണ്, ചാർജ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് Q ആണ്, ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C ആണ്. Then V is equal to Q by C. This is equation number 2. അപ്പോൾ രണ്ടും സെയിം പൊട്ടൻഷ്യൽ ആണ്, രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 1 and 2 ഈ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യുമ്പോൾ we get Q by C is equal to Q by C1 plus Q by C2. ഇവിടെ Q എന്നത് കോമൺ ആണ്, സെയിം ചാർജ് ആണ് രണ്ട് കപ്പാസിറ്ററിലും വരുന്നത്. ആ സെയിം ചാർജ് തന്നെയാണ് ഈ ഈക്വലന്റ് കപ്പാസിറ്ററിലും ഉള്ളത്. Q ക്യാൻസൽ ചെയ്തു പോകുന്നു. Then we get 1 by C is equal to 1 by C1 plus 1 by C2. So this is the effective capacitance when capacitors are connected in series. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഇതാണ്. 1 by C is equal to 1 by C1 plus 1 by C2. ഇനി ഇതിന്റെ LCM കണ്ടാൽ 1 by C is equal to C1 plus C2 divided by C1 C2 എന്ന് വരും. അതിൽ നിന്ന് C is equal to C1 C2 divided by C1 plus C2 എന്ന് നമുക്ക് എഴുതാം. അവിടെ C എന്നതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. That is C is equal to C1 C2 divided by C1 plus C2. രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1 by C is equal to 1 by C1 plus 1 by C2 എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇവിടെ മൂന്ന് കപ്പാസിറ്റേഴ്സ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ V എന്നത് V1 plus V2 plus V3 എന്ന് എഴുതാം. V is equal to V1 plus V2 plus V3. അങ്ങനെ V1ന്റെയും V2ന്റെയും V3യുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി we get 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഇനി if there are n capacitors C1, C2, C3, ഇവിടെ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത് a number of capacitors are there. ഫൈനൽ കപ്പാസിറ്ററിന് നമ്മൾ Cn എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 10 കപ്പാസിറ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ C1, C2, C3, C4 എക്സെട്ര. ലാസ്റ്റ് കപ്പാസിറ്ററിന് നമുക്ക് C10 എന്ന് വിളിക്കാം. അങ്ങനെ if there are n capacitors we will get the result 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc 1 by Cn. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കപ്പാസിറ്റേഴ്സും സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ C1, C2, C3 എന്ന് ഓരോ കപ്പാസിറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കപ്പാസിറ്റൻസ് ഒരേ വാല്യൂ ആണ്. ആ വാല്യൂവിന് നമുക്ക് C എന്ന് കൊടുക്കാം. അപ്പോൾ C1 is equal to C ആണ്, C2 is equal to C, C3 എല്ലാതിന്റെയും വാല്യൂ C എന്ന് എടുത്താൽ that is if all the capacitors have the same value C1 is equal to C2 is equal to C3 is equal to etc. that is Cn is equal to C. എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ C എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാം. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന് നമുക്ക് C ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1 by C ഡാഷ് is equal to n by C. അപ്പോൾ n കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ 1 plus 1 plus 1 plus അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n എന്ന് കിട്ടും. that is n divided by C. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ഡാഷ് is equal to C by n എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈക്വൽ വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരുന്നത് C ഡാഷ് is equal to C by n ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് C is equal to 1 microfarad. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കപ്പാസിറ്ററുകളുടെയും വാല്യൂ സെയിം ആണ്, അതായത് 1 microfarad വീതമാണ്. 1 microfarad എന്ന് പറയുമ്പോൾ 1 into 10 raised to minus 6 farad ആണ് 1 microfarad. അങ്ങനെ മൊത്തം 10 കപ്പാസിറ്റേഴ്സ് ആണ്. n is equal to 10. അപ്പോൾ ഇതുപോലുള്ള 10 കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാം. ഇവിടെ C ഡാഷ് അതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്.
ഇവിടെ കപ്പാസിറ്ററിന്റെ വാല്യൂ 1 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ സിയുടെ പ്ലേസിൽ 1 മൈക്രോഫാരഡ് എന്ന് കൊടുക്കാം. എന്നിന്റെ വാല്യൂ 10 ആണ്. ദാറ്റ് ഈസ് C dash is equal to 1 microfarad divided by 10. 1 by 10 means 0.1. Then we get effective capacitance 0.1 microfarad. അപ്പോൾ ഓരോ 1 മൈക്രോഫാരഡ് വീതമുള്ള 10 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 0.1 മൈക്രോഫാരഡ് മാത്രമാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത് 1 മൈക്രോഫാരഡിന്റെ വീതമായിരുന്നു. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടിയത് 0.1 മൈക്രോഫാരഡ് ആണ്. അതായത് വളരെ സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The effective capacitance decreases when capacitors are connected in series. അപ്പോൾ സീരീസ് ആയിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. Find the effective capacitance of the combination. ഇവിടെ ഒരു സീരീസ് കോമ്പിനേഷൻ ആണ് തന്നിരിക്കുന്നത് കപ്പാസിറ്റേഴ്സിന്റെ. അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് 2 ഫാരഡ്, 5 ഫാരഡ് ആൻഡ് 10 ഫാരഡ് ആണ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുവാനുള്ള ഇക്വേഷൻ 1/C is equal to 1/C1 plus 1/C2 plus 1/C3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/C equal to 1/10 plus 1/2 plus 1/5. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8/10 ഫാരഡ് എന്നാണ്. ഇനി ഇതിൽ നിന്ന് ഇതിന്റെ റെസിപ്രോക്കൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് C effective capacitance 10/8 is equal to 1.25 ഫാരഡ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ലഭിക്കുന്നത് 1.25 ഫാരഡ് എന്നാണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത കപ്പാസിറ്റേഴ്സ് 10 ഫാരഡ്, 5 ഫാരഡ് ആൻഡ് 2 ഫാരഡ്. അതിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ വരുന്നത് 2 ഫാരഡ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1.25 ഫാരഡ് ആണ്. അപ്പോൾ എപ്പോഴും സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ് ഏതാണോ അതിലേക്കാളും സ്മോൾ ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇവിടെ 3 വാല്യൂസിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ 2 ഫാരഡ് ആണ്. അതിനേക്കാളും സ്മോളർ വാല്യൂ ആണ് നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിട്ട് ലഭിച്ചത്. സോ in series combination, the effective capacitance will be smaller than the smallest among individual capacitors. കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ അതിനേക്കാളും ചെറുതായിരിക്കും എപ്പോഴും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്ക് ലഭിക്കുന്നത്. അതായത് എപ്പോഴും സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്റൻസിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി 2 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പാസിറ്റർ C1 ആൻഡ് സെക്കൻഡ് കപ്പാസിറ്റർ C2. ഈ 2 കപ്പാസിറ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്. ഫസ്റ്റ് കപ്പാസിറ്റൻസ് C1ന്റെ ഫസ്റ്റ് പ്ലേറ്റും രണ്ടാമത്തെ കപ്പാസിറ്റർ C2വിന്റെ ഫസ്റ്റ് പ്ലേറ്റും കോമൺ ആയിട്ട് ഒരു പോയിന്റിൽ കണക്ട് ചെയ്ത് ആ കോമൺ പോയിന്റിൽ നിന്നാണ് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ C1ന്റെ രണ്ടാമത്തെ പ്ലേറ്റും C2വിന്റെ രണ്ടാമത്തെ പ്ലേറ്റും ഒരു കോമൺ പോയിന്റിൽ കണക്ട് ചെയ്ത് അവിടെ നിന്നും സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്രകാരം കണക്ട് ചെയ്യുമ്പോൾ C1നും C2വിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. പാരലൽ കണക്ഷന്റെ പ്രത്യേകത അതാണ്. നമ്മൾ പാരലൽ ആയിട്ട് ഡിഫറെന്റ് ഡിവൈസസ് കണക്ട് ചെയ്താൽ അതിലെ എല്ലാ ഡിവൈസുകളുടെയും അക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം തന്നെയായിരിക്കും. നമ്മളിവിടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ആ സെയിം പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ ഡിവൈസസിന് അക്രോസ്. അപ്പോൾ ഇവിടെ C1നും C2വിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, കറണ്ടിന്റെ ഡയറക്ഷൻ. കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു ജംഗ്ഷൻ ആണ്. ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിലെ ഒരു പോർഷൻ C2ന് അക്രോസ് ഫ്ലോ ചെയ്യുന്നു. റിമൈനിങ് പോർഷൻ ആണ് C1ന് അക്രോസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് C1ലും C2വിലും ഡിഫറെന്റ് വാല്യൂ ഓഫ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ C1ലെ ചാർജിന്റെ വാല്യൂവും C2വിലെ ചാർജിന്റെ വാല്യൂവും ഡിഫറെന്റ് ആയിരിക്കും. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിലെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. സീരീസ് കോമ്പിനേഷനിൽ C1ലും C2വിലും അക്രോസ് ചാർജിന്റെ വാല്യൂ സെയിം ആയിരുന്നു. അതേസമയം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ C1ലെയും C2വിലെയും ചാർജ് വാല്യൂ ഡിഫറെന്റ് ആണ്. C1ൽ വരുന്ന ചാർജ് നമുക്ക് Q1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇത് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഈ പ്ലേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു.
സെക്കൻഡ് പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അത് -Q1 എന്ന് കൊടുക്കാം. ഇനി C2 എന്നതിലെ ചാർജ് ഈ സെയിം ചാർജ് ആയിരിക്കില്ല, ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് C2വിലെ ഫസ്റ്റ് പ്ലേറ്റിന്റെ ചാർജ് Q2 എന്ന് ഡിനോട്ട് ചെയ്യാം. അതിലെ സെക്കൻഡ് പ്ലേറ്റിന് ഉണ്ടാകുന്ന ചാർജ് -Q2 എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ Q1ന്റെയും Q2വിന്റെയും സം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് Q is equal to Q1 plus Q2. ഇനി ഇതിൽ നമുക്ക് Q1ന്റെയും Q2വിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. Q1 എന്നത് ഫസ്റ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ആണ്. Q2 എന്നത് രണ്ടാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C is equal to Q by V. അതിൽ നിന്നും Q is equal to CV എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ Q1 കാണണമെങ്കിൽ Q1 is equal to ഫസ്റ്റ് കപ്പാസിറ്ററിലെ ചാർജ് ആണ് Q1, അവിടുത്തെ കപ്പാസിറ്റൻസ് C1 ആണ്, അവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. അപ്പൊ അതുകൊണ്ട് Q1ന്റെ വാല്യൂ നമുക്ക് ഇപ്രകാരം എഴുതാം, Q1 is equal to C1 into V. ഇനി അതുപോലെ Q2 എന്നത് ഈ രണ്ടാമത്തെ കപ്പാസിറ്ററിലെ ചാർജ് ആണ്. അപ്പൊ Q2 is equal to രണ്ടാമത്തെ കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്, പൊട്ടൻഷ്യൽ ഇവിടെയും സെയിം തന്നെയാണ്, രണ്ട് കപ്പാസിറ്ററിലെയും സെയിം പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് Q2 is equal to C2V എന്ന് എഴുതാം. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ടാണ് ഇവിടെ V1 V2 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് C1V, ദിസ് ഇസ് C2V. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ Q1 plus Q2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. Q is equal to C1V plus C2V. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് കപ്പാസിറ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈക്വലന്റ് കപ്പാസിറ്റൻസ് എത്രയാണോ അതേ സെയിം കപ്പാസിറ്റൻസ് വരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് ഇതിനെ രണ്ടിനെയും റീപ്ലേസ് ചെയ്യുകയാണ്. നമ്മൾ സീരീസ് കണക്ഷനിൽ ചെയ്തതുപോലെ തന്നെ ഈ രണ്ട് കപ്പാസിറ്റേഴ്സിന് പകരമായി അതിന്റെ അതേ ഇഫക്റ്റീവ് വാല്യൂ വരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു സിംഗിൾ കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റൻസ് C എന്ന് നമുക്ക് എടുക്കാം. അതിന് അക്രോസും നേരത്തെ അവിടെ കൊടുത്തിരുന്ന സെയിം പൊട്ടൻഷ്യൽ തന്നെ, ഇവിടെ അപ്ലൈ ചെയ്ത സെയിം പൊട്ടൻഷ്യൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചാർജ് ഇവിടുത്തെ സെയിം, ഇവിടുത്തെ ടോട്ടൽ ചാർജ് Q എത്രയായിരുന്നോ ആ ടോട്ടൽ ചാർജ് Q ആണ് ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന ചാർജ് Q. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ കോമ്പിനേഷന്റെ ചാർജിന്റെ ഇക്വേഷൻ നമുക്ക് ഇപ്രകാരം എഴുതാം, Q is equal to C into V. ഇവിടുത്തെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് C, V എന്നത് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ ചാർജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ ചാർജ് അതേ സെയിം ചാർജ് തന്നെയാണ് ഇവിടെയും വരുന്നത്, Q is equal to CV. രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. then we can write CV is equal to C1V plus C2V. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആണ്, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ആ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ രണ്ട് കപ്പാസിറ്ററിന് അക്രോസും സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ V gets cancelled, then C is equal to C1 plus C2. അപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത് C is equal to C1 plus C2. നെക്സ്റ്റ് മൂന്ന് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ആണ്, C1, C2, C3. പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് മൂന്ന് കപ്പാസിറ്റേഴ്സിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം തന്നെയാണ് V. ചാർജ് മൂന്നിലെയും ഡിഫറെന്റ് ആണ്, Q1, Q2 ആൻഡ് Q3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2 plus Q3 എന്ന് എഴുതാം. അതിന്റെ വാല്യൂസ് നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി വി ഗെറ്റ് C is equal to C1 plus C2 plus C3. ഇനി if there are n capacitors, ഇവിടെ 3 capacitors ആണ്, ഇനി കൂടുതൽ നമ്പർ capacitors ഉണ്ടെങ്കിൽ if there are n capacitors, ഇവിടെ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഇവിടെ 1, 2 capacitors കഴിഞ്ഞ് ഇതിനിടയിൽ capacitors ഉണ്ട്. അങ്ങനെ if there are n capacitors, we will get the result as C is equal to C1 plus C2 plus C3 plus etc plus Cn. അപ്പോൾ എത്ര capacitors ഉണ്ടോ ആ capacitorsന്റെ എല്ലാം കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടും ഇൻ പാരലൽ കോമ്പിനേഷൻ. ഇഫ് ഓൾ ദ കപ്പാസിറ്റേഴ്സ് ഹാവ് ദ സെയിം വാല്യൂ, ഇപ്രകാരം നമ്മൾ കണക്ട് ചെയ്യുന്ന എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന C1, C2, C3 അങ്ങനെ
10 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കപ്പാസിറ്റേഴ്സും ഒരേ വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ C1 is equal to C2 is equal to C3 equal to Cn is equal to C. എല്ലാതും ഒരേ വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ C എന്ന കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ നമുക്ക് C ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. Then C dash is equal to എല്ലാം സെയിം ആയതുകൊണ്ട് C plus C plus C plus അങ്ങനെ നോക്കിയാൽ n വാല്യൂസ് ഉണ്ടെങ്കിൽ we will get C dash is equal to NC. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് n ടൈംസ് ആയിരിക്കും. എത്ര കപ്പാസിറ്റർ ഉണ്ടോ അത്രയും ടൈംസ് ആയിരിക്കും അതിന്റെ ഒരു സിംഗിൾ കപ്പാസിറ്ററിന്റെ n ടൈംസ് ആയിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. We are considering capacitance C is equal to 1 microfarad. അതായത് നമ്മൾ കണക്ട് ചെയ്ത എല്ലാ കപ്പാസിറ്ററുകളുടെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ 1 മൈക്രോഫാരഡ് വീതമാണ്. ഓരോന്നും 1 മൈക്രോഫാരഡ് ആണ്. അങ്ങനെ 10 കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 മൈക്രോഫാരഡ് വീതമുള്ള 10 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നോക്കാം. C dash is equal to n into C ആണ്. ഇവിടെ n ന്റെ വാല്യൂ 10 ആണ്. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വരുന്നത് 1 മൈക്രോഫാരഡ് ആണ്. Then C dash is equal to 10 into 1 microfarad, that's equal to 10 microfarad. അപ്പോൾ 1 microfarad വീതമുള്ള 10 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് 10 മൈക്രോഫാരഡ് കിട്ടി. അപ്പോൾ അതുപോലെ 1 ഫാരഡ് വീതമുള്ള 10 കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന കപ്പാസിറ്റർ 10 ഫാരഡ് ആണ്. 1 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കപ്പാസിറ്റൻസ് വാല്യൂ ആണ് നമ്മൾ മുന്നേ കണ്ടു. അപ്പോൾ ഒരു 10 ഫാരഡ് കപ്പാസിറ്റൻസ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 കപ്പാസിറ്റൻസ് അതുപോലെ 1 ഫാരഡ് വീതമുള്ള 10 കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 10 ഫാരഡ് കപ്പാസിറ്റൻസ് കിട്ടും. അപ്പോൾ ഈ പാരലൽ കണക്ഷൻ ഓഫ് കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The effective capacitance increases when capacitors are connected in parallel. Find the effective capacitance of the combination. അപ്പോൾ ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം. എല്ലാത്തിന്റെയും 3 കപ്പാസിറ്ററുകളുടെയും ഫസ്റ്റ് പ്ലേറ്റ് ഒരു കോമൺ പോയിന്റ് അതിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ആ കോമൺ പോയിന്റിൽ നിന്നാണ് സെല്ലിന്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാ കപ്പാസിറ്ററുകളുടെയും രണ്ടാമത്തെ പ്ലേറ്റുകൾ കോമൺ ആയിട്ട് സെല്ലിന്റെ അടുത്ത ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് കാണണം. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ C is equal to C1 plus C2 plus C3. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.1 മൈക്രോഫാരഡ്, 0.2 മൈക്രോഫാരഡ് ആൻഡ് 0.3 മൈക്രോഫാരഡ് ആണ്. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C is equal to 0.1 microfarad plus 0.2 microfarad plus 0.3 microfarad എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.6 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലഭിച്ചത് 0.6 മൈക്രോഫാരഡ്. ഈ റിസൾട്ട് നോക്കിയാൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 3 കപ്പാസിറ്റേഴ്സ് 0.1, 0.2 ആൻഡ് 0.3 മൈക്രോഫാരഡ് വീതമാണ്. ഇതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്നത് 0.3 മൈക്രോഫാരഡ് ആണ്. അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് 0.6 മൈക്രോഫാരഡ് ആണ്. അപ്പൊ എപ്പോഴും പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമ്മൾ കണക്ട് ചെയ്ത ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.3 മൈക്രോഫാരഡ് ആണ്. ആ 0.3 മൈക്രോഫാരഡിനേക്കാളും വലുതായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ലഭിച്ചത് 0.6 മൈക്രോഫാരഡ്. സോ in parallel combination the effective capacitance will be greater than the greatest among individual capacitors. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത കപ്പാസിറ്റേഴ്സിലെ ഏറ്റവും ഹയസ്റ്റ് കപ്പാസിറ്റർ ഏതാണോ, ഹയസ്റ്റ് കപ്പാസിറ്റൻസ് ഏതാണോ അതിനേക്കാളും വലുതായിരിക്കും എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്.